Hello dear friends, welcome back to our channel. ഇന്നൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഉണ്ണിയപ്പമാണെന്ന് അല്ലേ? ഇത് ഉണ്ണിയപ്പമല്ല, ഇത് കണ്ണൂരപ്പം. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതിൽക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ചോറ്, 1/4 കപ്പ് മൈദ, പഞ്ചസാര 1 കപ്പ്, ഒരു നുള്ളു ഉപ്പ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് കളഞ്ഞ് നമ്മുടെ ഒരു മിക്സിയുടെ ഒരു ജാറിലോട്ട് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കണം. പിന്നെ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, വെളിച്ചെണ്ണ ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായി അരച്ചെടുക്കണം. ദോശമാവിനെക്കാട്ടിയും കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 3/4 ഭാഗം വീതം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക മാവ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വറുത്തെടുക്കണം. കാണാനും ഉണ്ണിയപ്പത്തിൻ്റെ പോലെയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റും കളറൊക്കെ വ്യത്യാസമുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ കണ്ണൂരപ്പത്തിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കളറിലാണ് വരിക. താഴെ ബ്രൗണും മുകളിൽ വെള്ള കളറും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.